ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർ നിന്ന് നമുക്കൊരു വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ക്രൂശിക്കപ്പെട്ടവനായി യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് ലേഖനം എഴുതുമ്പോൾ താൻ തുടക്കത്തിൽ തന്നെ തൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇരിക്കുമ്പോൾ എനിക്കൊരു നിർണയമുണ്ടായിരുന്നു, എനിക്കൊരു ആ നിലയിൽ ഒരു നിലപാടുണ്ടായിരുന്നു. എന്താണ് എൻ്റെ നിലപാട്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം എനിക്ക് അറിയണം. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അറിയണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയതയുടെ കാതൽ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കർത്താവിനെ അറിയുന്നു. ഏത് കർത്താവ്? ക്രൂശിക്കപ്പെട്ട കർത്താവ്. ക്രൂശ് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് നമുക്ക് കഴിയുകയില്ല. ഇവിടെ പൗലോസ് പറയുന്നത് കേട്ടോ, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും. സ്വാഭാവികമായിട്ട് നമുക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് ഓർക്കാനാണോ താല്പര്യം? അല്ല. 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിച്ച കർത്താവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കണം എന്നൊരാൾ പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഭൗതികമായ പല കാര്യങ്ങൾ കർത്താവ് ചെയ്തു. രോഗസൗഖ്യം നൽകി, ആളുകളെ പോഷിപ്പിച്ചു, പല നല്ല കാര്യങ്ങൾ ചെയ്തു. എന്നാൽ സ്വാഭാവികമായിട്ട് മനുഷ്യ മനസ്സിന് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് യേശു ക്രൂശിക്കപ്പെട്ടതും. അങ്ങനെയുള്ള ക്രൂശിക്കപ്പെട്ട കർത്താവിനെ അറിയുക എന്നതിനെ അങ്ങനെ കൃത്യതയോടെ പറയുമ്പോൾ നമ്മുടെ സ്വാഭാവിക മനസ്സിന് അതത്ര താല്പര്യമുള്ള ഒരു കാര്യമല്ല. എന്നാൽ എന്തുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ എന്ന് തന്നെ പൗലോസ് പറയുന്നത്? പൗലോസ് പറയുന്നതിന് കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തുണ്ടാകുമായിരുന്നില്ല? നമുക്ക് രക്ഷ ലഭ്യമാകുമായിരുന്നില്ല. ഈ ക്രൂശ് എന്ന് പറയുന്നത് ആ നിലയില് വലിയവനായ ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്താൻ പാപികളായ മനുഷ്യർക്ക് പകരം പാപത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ആ നിലയില് ഒരു കുഞ്ഞാട് അറുക്കപ്പെടുകയും ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ നമ്മൾ ആശ്രയിച്ച് അങ്ങനെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു പ്രവൃത്തിയല്ല, ദൈവം തന്നെ നമുക്ക് വേണ്ടി ആ രക്ഷ ഒരുക്കിയിരിക്കുന്നു. അപ്പോ ആ നിലയിൽ ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഒരു കുഞ്ഞാട് എന്ത് വേണം? കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെടണം, ക്രൂശിക്കപ്പെടണം. കർത്താവ് ക്രൂശിൽ മരിക്കണം. കർത്താവിന്റെ രക്തത്താലാണ് നമുക്ക് കഴുകലുള്ളത്. ഈ കാര്യത്തെക്കുറിച്ച് ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, കർത്താവിന്റെ ജീവിതത്തിലെ കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചതോ, അല്ലെങ്കിൽ വിദ്വാന്മാര് കാണാൻ വന്നതോ, അല്ലെങ്കിൽ കർത്താവ് പരസ്യ ശുശ്രൂഷയിലെ കാണിച്ച അത്ഭുതങ്ങളോ, അതിനേക്കാളൊക്കെ നമ്മുടെ രക്ഷയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ കാര്യം കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതാ പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കണം. താൻ തന്റെ നിലപാട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷ സംബന്ധിച്ച് ആ നിലയില് ക്രൂശും ക്രൂശിലെ മരണവും വളരെ പ്രധാനമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മൾ പത്രോസ് ഭാഗങ്ങൾ ചിന്തിച്ചപ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ ആ വാക്യങ്ങൾ പറയുകയുണ്ടായി. ക്രൂശിൽ എന്ത് ചെയ്തു? ക്രൂശില് കർത്താവ് രക്തം ചൊരിഞ്ഞു. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പൊന്നെ വെള്ളി തുടങ്ങിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ വ്യർത്ഥമായ പിതൃപാരമ്പര്യങ്ങൾ കൊണ്ടൊന്നുമല്ല
നമ്മളെ വീണ്ടെടുത്തത്. മറിച്ച് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. അപ്പൊ കണ്ടോ, കുഞ്ഞാട് തന്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞ് നമ്മളെ വീണ്ടെടുക്കണമെങ്കിൽ അവിടുന്ന് ആ കാൽവറിയില് രക്തം ചൊരിയണമായിരുന്നു. ആ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മറവിലേ നമ്മുടെ പാപങ്ങള് കഴുകിക്കളയാൻ ദൈവത്തിന് കഴിയുള്ളൂ. ഈ കാര്യം എത്രയോ ഇടത്ത് നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 12:11 നമ്മൾ പറഞ്ഞു, നമ്മളെക്കുറിച്ച് അപവാദം പറയുന്ന സാത്താൻ, പക്ഷെ അവനെ തോൽപ്പിക്കാൻ നമുക്ക് എങ്ങനെയാ കഴിയുന്നത്? അല്ലെങ്കിൽ ദൈവം അവിടെ നമ്മളെ ഏതിന്റെ മറവിലാണ് കാണുന്നത്? അപവാദിയായ പിശാചിന് ആ നിലയിൽ നമ്മളെക്കുറിച്ച് കുറ്റങ്ങൾ കൊണ്ടുവരുമ്പോ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടാണ് നമ്മളെ ആ നിലയില് കർത്താവ് നീതിമാന്മാര് എന്ന് കാണുന്നത്. നോക്കുക, 1 യോഹന്നാൻ 1:9 വാക്യവും നമ്മൾ പറഞ്ഞു. നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരാണ്, പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പാപത്തിൽ വീണാൽ അന്നേരവും കഴുകാനായിട്ട് കുഞ്ഞാടിന്റെ രക്തമേ ഉള്ളൂ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ നോക്കുക, നമ്മുടെ രക്ഷയില് ഈ രക്തം ആവശ്യമാണ്. അല്ലെങ്കിൽ യേശു ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ആവശ്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ എവിടെയെങ്കിലും നമുക്ക് പാളിച്ച വന്നു, നമ്മൾ വീണുപോയാൽ, നമ്മൾ തെറ്റിൽ വീണാൽ അവിടെയും കഴുകാൻ യേശുവിന്റെ രക്തം ആവശ്യമാണ്. യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നുള്ള കാര്യം അവിടെയും പ്രസക്തമാണ്. അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കുറിച്ച് അപവാദം പറയാനുള്ള അപവാദിയായ പിശാച് നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാലും, നമ്മുടെ മനസ്സിൽ അനാവശ്യമായ കുറ്റബോധങ്ങൾ കൊണ്ടുവന്നാലും അതിനെയൊക്കെ കഴുകാനും നമുക്ക് എന്തേ ഉള്ളൂ? കർത്താവിന്റെ രക്തമേ ഉള്ളൂ. അപ്പോ അവിടെയും ആ രക്തത്തെക്കുറിച്ച് പറയുന്നിടത്ത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പൗലോസ് എന്താ പറയുന്നു? എനിക്ക് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അറിയണം. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ചുറ്റുപാടും വളരെ പ്രശസ്തമായ വേറൊരു മതമുണ്ട്. അവരും കർത്താവ് ഈസാ നബി ഒന്നെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ യേശു ക്രൂശിൽ മരിച്ചതായിട്ട് മാത്രം അവർ വിശ്വസിക്കുകയില്ല. അവ കണ്ടോ പിശാചിന്റെ ഒരു തന്ത്രം കണ്ടോ? യേശു ബേത്ലഹേമിൽ ജനിച്ചു, ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്തു, നല്ല പ്രവചനങ്ങൾ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പിശാചിന് വലിയ കുഴപ്പമില്ല. എവിടെയാണ് കുഴപ്പം? നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് യേശു കാൽവറിയിൽ മരിച്ചു എന്നുള്ള കാര്യം ആളുകൾ വിശ്വസിക്കരുത്. അതുകൊണ്ട് ഈ നിലയിലുള്ള ആളുകൾ പറയും, അദ്ദേഹത്തെ ഒന്നും അങ്ങനെ കൊല്ലാനായിട്ട് ഒക്കുകയില്ല, അതിനു മുമ്പ് തന്നെ ദൈവം അങ്ങ് എടുത്തു എന്ന് പറയുമ്പോൾ ഫലത്തിൽ എന്താ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അത് പിശാചിന്റെ ഒരു അജണ്ടയാണ് എന്ന് നമ്മളിവിടെ തിരിച്ചറിയുന്നു. കാരണം യേശു ക്രൂശിക്കപ്പെട്ടാലേ എന്തുള്ളൂ? നമുക്ക് രക്ഷയുള്ളൂ. യേശു ക്രൂശിക്കപ്പെട്ടാൽ മാത്രമേ അവിടുത്തെ രക്തത്താല് നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുകയുള്ളൂ. അത് രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമല്ല, മുന്നോട്ടുള്ള ആ പുരോഗതിയിലും വീഴ്ചയുണ്ടായാൽ കഴുകാൻ ഈ രക്തമേ ഉള്ളൂ. അതുപോലെ നമുക്കെതിരെ അപവാദം വന്ന് പറഞ്ഞാലും, പിശാച് കൊണ്ടുവന്നാലും, ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാലും, നമ്മിൽ കുറ്റബോധത്തിന്റെ വലിയ ആ നിലയിലുള്ള വലിയ ഭാരങ്ങൾ കൊണ്ടുവന്ന് വെച്ചാലും അതിനെയും ജയിക്കാൻ നമുക്ക് എന്തേ ഉള്ളൂ? യേശുവിന്റെ രക്തം, കുഞ്ഞാടിന്റെ രക്തം. അപ്പോൾ അത് നോക്കുക, ക്രൂശിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവർ പറയുമ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് തോന്നും, യേശുവിനെ പോലെ വലിയ ഒരു പ്രവാചകനെ ഒന്നും ക്രൂശിക്കാനായിട്ടും ഒന്നും ഒക്കുകയില്ല, അല്ലെങ്കിൽ കൊല്ലാനായിട്ട് ഒക്കുകയില്ല. ദൈവം യേശുവിനെ അതിനു മുമ്പേ തൻ്റെ അടുത്തേക്ക് അങ്ങ് എടുക്കുമെന്നൊക്കെ പറയുമ്പോൾ അത് വളരെ യേശുവിനെ ബഹുമാനിച്ചും സ്നേഹിച്ചും പറയുന്നത് പോലെ തോന്നും. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള പിശാചിന്റെ അജണ്ട എന്താ? ക്രൂശിക്കപ്പെടാത്ത യേശുവിനോട് അവന് വലിയ വൈരാഗ്യമൊന്നുമില്ല. ക്രൂശിക്കപ്പെട്ടാൽ, രക്തം ചൊരിഞ്ഞാൽ ആ രക്തത്തിലാണ് നമ്മുടെ പാപങ്ങളുടെ കഴുകലും നമ്മളെ ദൈവമക്കളാക്കുന്നതും എല്ലാം
ആ പാപപരിഹാര ബലിയിലാണ് എന്നുള്ളത് കൊണ്ടാണ് ആ പാപപരിഹാര ബലിക്കെതിരെ വളരെ സൗഹൃദത്തിന്റെ ഭാഷയിലാണെങ്കിലും അത് നടന്നില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനും അനേകരെ വഞ്ചിക്കാനും പിശാച് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം? യേശു ക്രൂശിക്കപ്പെട്ടു, അവിടുത്തെ രക്തം ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ കാണണം. പൗലോസ് അത് കണ്ടു. അതുകൊണ്ട് പൗലോസ് ഇതാ പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊരു യേശുവിനെ എനിക്ക് അറിയണ്ട എന്ന് താനിവിടെ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ക്രൂശ് മറ്റൊരു കാര്യവും കാണിക്കുന്നു. ക്രൂശ് മറ്റൊരു കാര്യം എന്താ കാണിക്കുന്നത്? യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ക്രൂശിനെ കുറിച്ച്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം നോക്കുക. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെയും ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. പക്ഷേ ആരുടെ ക്രൂശ? വിശ്വാസികളായ നമ്മള് നമ്മുടെ ക്രൂശ് എടുക്കുന്നു. നമ്മുടെ ക്രൂശ് എടുക്കുമ്പോൾ നമ്മൾ എന്താ കാണിക്കുന്നത്? യേശു ക്രൂശില് ഈ നിലയില് ആ ക്രൂശ് എടുത്തു പോയ ആ ഒരു കാര്യത്തോട് നമ്മൾ താതാത്മ്യപ്പെടുകയാണ്. അതെന്താ അവിടെ ഇപ്പം എന്താ ഈ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, യേശു ക്രൂശ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യേശു ഗത്സമന തോട്ടത്തിലെ നിലവിളി നമുക്കറിയാം. ഞാൻ ആ ഭാഗങ്ങളൊന്നും എടുത്ത് വായിക്കുന്നില്ല, നമുക്കറിയാം. അവിടെ യേശു ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ തനിക്ക് സ്വാഭാവികമായിട്ട് ക്രൂശ് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. നാം ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. തൻ്റെ മനുഷ്യത്വത്തെ ചിലര് വേണ്ടതുപോലെ കാണുന്നില്ല. എന്നാൽ ദൈവവചനം ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യേശു തൻ്റെ മനുഷ്യത്വത്തിൽ പൂർണ്ണ മനുഷ്യനായിരുന്നപ്പോൾ തൻ്റെ മനുഷ്യത്വത്തിൽ ആ നിലയിൽ മറ്റുള്ളവർക്ക് വേണ്ടി താൻ ആ നിലയിൽ ഒരു ക്രൂശ് എടുക്കുന്നതും ആ നിലയിൽ തൻ്റെ മുമ്പിൽ കാത്തുവെച്ചിരിക്കുന്ന മരണവും ഒന്നും സ്വാഭാവികമായിട്ട് മനുഷ്യരെന്നുള്ള നിലയിൽ തനിക്ക് ആ നിലയിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അതിൽ തന്നെ തെറ്റൊന്നുമില്ല. മനുഷ്യനെന്നുള്ള നിലയിൽ സ്വന്തമായ ഒരു ഇച്ഛ യേശുവിന് ഉണ്ടായിരുന്നു എന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ആ സ്വന്തം ഇഷ്ടം സ്ഥാപിച്ചാൽ അതെന്തായി പോകും? പാപമായി പോകും. യേശു ദൈവ ഇഷ്ടത്തിനെതിരെ ആ സ്വന്തം ഇഷ്ടത്തെ മുറുകെ പിടിച്ചില്ല. നമുക്കറിയാമല്ലോ, കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരെ നിങ്ങളെ പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് അവരെ ആക്കിയിട്ട് പിന്നെയും യേശു മുന്നോട്ട് പോയി പിതാവിന്റെ സന്നിധിയിൽ താൻ പറഞ്ഞത് എന്താ? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ. എൻ്റെ ഇഷ്ടം എന്താ? എൻ്റെ ഇഷ്ടം എനിക്കിത് വേണ്ട. കാര്യം മനുഷ്യനെന്നുള്ള നിലയിൽ ഈ നിലയിലെ കഷ്ടപ്പാടിലൂടെയും ഈ നിലയിൽ ഒരു ക്രൂശ് മരണത്തിലൂടെയും ഈ നിലയിൽ ഒരു അപമാനത്തിലൂടെയും കടന്നു പോകാൻ മനുഷ്യനെന്നുള്ള നിലയിൽ എനിക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമില്ല. എന്നാൽ നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ, നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് യേശു സ്വന്തം ഇഷ്ടത്തെ പിതാവിന്റെ ഇഷ്ടത്തിന് മുൻപാകെ താഴ്ത്തി വെച്ചു. ഇതാണ് യേശു കാൽവറി മലമേട്ടില് ക്രൂശില് തൻ്റെ കൈകാലുകൾ വിരിക്കുന്നതിന് മുമ്പ് താൻ അറിഞ്ഞ ക്രൂശ് ഇതാണ്. ക്രൂശ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ അതിന് 2 തടിയുണ്ട്. മേലുകീഴുള്ള തടിക്ക്, ആ ലംബമായ തടിക്ക് കുറുകെയുള്ള തടി എന്തിനെ കാണിക്കുന്നു? മേലുകീഴുള്ള തടി നമ്മുടെ ഇഷ്ടത്തെയാണ് കാണിക്കുന്നതെങ്കിൽ കുറുകെയുള്ള തടി ദൈവത്തിന്റെ പിതാവിന്റെ ഇഷ്ടത്തെ കാണിക്കുന്നു. അതോടെ ചേർന്നാണ് ക്രൂശാകുന്നത്. നമുക്കൊരു സ്വന്തം ഇഷ്ടം ഉണ്ടാകുന്നത് അതിൽ തന്നെ തെറ്റല്ല. പക്ഷേ ദൈവേഷ്ടം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് എതിരാണെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ നമ്മുടെ ഇഷ്ടത്തെ പിതാവിന്റെ ഇഷ്ടത്തിന്, ദൈവത്തിന്റെ ഇഷ്ടത്തിന്, കർത്താവിന്റെ ഇഷ്ടത്തിന് താഴ്ത്തി വെക്കണം. എന്നിട്ട് പറയണം നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ. അതെന്ന് പറയുന്നത് എന്ത് എടുക്കുന്നതായിട്ടാണ് യേശു ഇവിടെ പ്രതീകാത്മകമായിട്ട് പറഞ്ഞിരിക്കുന്നത്? ക്രൂശ് എടുക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ കണ്ടോ, നമ്മൾ പറഞ്ഞു വന്നത് ക്രൂശിന് രണ്ട് തലങ്ങള്. നമ്മൾ ഇന്ന് കർത്തൃമേശയുമായി ബന്ധപ്പെട്ട് ക്രൂശിന്റെ പല കാര്യങ്ങൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ക്രൂശുമായി ബന്ധപ്പെട്ട് എനിക്ക് ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നും അറിയണ്ട എന്ന് പൗലോസ് പറഞ്ഞതുമായിട്ട് ചേർത്ത് നമ്മൾ ഈ ക്രിസ്തീയ സത്യങ്ങളെ, അടിസ്ഥാനപരമായ സത്യങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ രണ്ട് തലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ക്രൂശിൽ യേശു മരിച്ചു. ആ മരണം മൂലമാണ് നമുക്ക് ദൈവസന്നിധിയിൽ എത്താനൊക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ എത്തിയത്. ഇന്നും നമ്മുടെ വീഴ്ചകളിൽ നിന്ന് നമുക്ക് ആ നിലയിൽ പാപമോചനം പ്രാപിച്ച് ദൈവം നമ്മളെ ശുദ്ധീകരിച്ച് ഒരു പാപവും ചെയ്യാത്തവരായിട്ട് വീണ്ടും നമ്മളെ കൈക്കൊള്ളുന്നത്, അതുപോലെ തന്നെ പിശാചിന്റെ കുറ്റം വിധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. ഓക്കെ, അതങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഈ ക്രൂശ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു കാര്യത്തിലേക്കൂടെ വെളിച്ചം വീശുന്നു എന്നുള്ളതാണ് ലൂക്കോസ് 9:23 നമ്മളോട് പറയുന്നത്. അതെന്താ അതെന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ ദിനംതോറും ദൈവേഷ്ടത്തിനെതിരാണ് നമ്മുടെ ഇഷ്ടമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തെ താഴ്ത്തി വെക്കണം. നോട്ട് മൈ വിൽ. യേശു സ്വന്തം ഇഷ്ടം നിറവേറാനായിട്ട് അതിനെ ആ നിലയിൽ മുറുകെ പിടിക്കാതിരുന്നത് പോലെ, പിതാവിന്റെ ഇഷ്ടത്തിന് മുൻപാകെ താഴ്ത്തി വെച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇഷ്ടത്തെ ദൈവേഷ്ടത്തിനായിട്ട് താഴ്ത്തി വെക്കണം. നമുക്കൊരു കാര്യത്തിൽ ഒരു താല്പര്യമുണ്ട്, പക്ഷെ നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മൾ ഉടനെ ദൈവമേ, ഞാൻ ഈ കാര്യം വിട്ടുകളയുന്നു, നിന്റെ ഇഷ്ടം അതല്ല എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്താ? ആ ക്രൂശ് എടുക്കുക. നമ്മുടെ ഇഷ്ടത്തെ ക്രൂശിക്കുകയാ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദൈനംദിന ജീവിതത്തെ കൂടെ ഈ ക്രൂശ് കാണിക്കുന്നു. അപ്പൊ ക്രൂശിക്കപ്പെട്ടവനായ യേശു ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് മുൻപാകെ കാഴ്ചവെച്ചവനാണ്. അങ്ങനെ ഒരു ജീവിതം നമുക്കും ഇന്ന് സാധ്യമാണ് എന്നുള്ള കാര്യം കൂടാണ് ഈ നിലയില് പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അറിഞ്ഞ് അവന്റെ പിന്നാലെ ക്രൂശ് എടുത്ത് നടക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ വിശദീകരിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ പറഞ്ഞ ഈ രണ്ടാമത്തെ തലമായിട്ട് നമുക്ക് അങ്ങനെ പറയാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ദിനംതോറും നടക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഉള്ള ഒന്നല്ല. കാരണം നമ്മുടെ ആദാമ്യ പ്രകൃതത്തിൽ എന്താ ഉള്ളത്? നമ്മുടെ ഇഷ്ടം നടക്കണം. എല്ലായിടത്തും നോക്കുക, ലോകത്തെല്ലാം, സമൂഹത്തിലായാലും വീടുകളിലാണേലും എല്ലാം ആളുകൾക്ക് എന്താ വേണം? എൻ്റെ ഇഷ്ടം, ഞാൻ അങ്ങനെ, എൻ്റെ ഇഷ്ടം അത് നടക്കണം. ആ ഇഷ്ടം വേണ്ട എന്ന് പറഞ്ഞ് ദൈവേഷ്ടത്തെ സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് താല്പര്യമുള്ളതല്ല. പക്ഷേ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെയാണ് നമ്മൾ പിന്തുടരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് വേണം? നാൾതോറും ഇങ്ങനെ വേണം. അതും കണ്ടോ, നാൾതോറുമെന്നാണ് ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നാൾതോറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാൾതോറും. മത്തായി 16:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 8:34 ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ രണ്ടിടത്തും വിട്ടുപോയ ഒരു പ്രയോഗമുണ്ട്, അതാണ് നാൾതോറും. ഇവിടെ ഇതാ ലൂക്കോസ് 9:23 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരിക്കൽ ക്രൂശ് എടുത്താൽ പോരാ, നാൾതോറും. അത് എംഫസിസ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം എന്താ? നമുക്ക് ദിവസവും 100,000 ഇഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് ചില ഇഷ്ടങ്ങളെ ദൈവേഷ്ടത്തിനായിട്ട് താഴ്ത്തി വെച്ചെങ്കിലും നാളെയും നമുക്ക് എന്ത് വരാം? നാളെയും നമ്മുടേതായ ദൈവേഷ്ടത്തിനെതിരായ ചിന്തകൾ വരാം. അപ്പോഴും എന്തോ ചെയ്യണം? നമ്മൾ ആ ഇഷ്ടത്തെയും താഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ അന്നും ക്രൂശ് എടുക്കണം. മറ്റേന്നാളും അങ്ങനെ വരാം. നമ്മുടെ ഈ ഭൂമിയിലെ മുഴുവൻ ജീവിതത്തിൽ അവസാന നിമിഷം വരെ നമ്മൾ ക്രൂശ് എടുത്ത് നാൾതോറും അവനെ അനുഗമിക്കണം. ആ ഒരു കാര്യം കൂടെ ഉദ്ദേശിച്ച് പൗലോസ് ഇതാ പറയുന്നു. അവിടെ എന്തോ പറയുന്നു? ഇവിടെ നമ്മള് കർത്താവിനെ ആ നിലയിൽ ക്രൂശിക്കപ്പെട്ടവനായിട്ട് അറിയണം എന്ന് പറയുമ്പോൾ ആ ഒരു തലം കൂടെ, ക്രൂശിന്റെ ആ ഒരു തലം കൂടെ നമ്മൾ അറിയണം.
പ്രിയപ്പെട്ടവരെ, ക്രൂശിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പൗലോസ് പല ലേഖനങ്ങളിൽ പല കാര്യങ്ങൾ ഇതിൻ്റെ ഒത്തിരി വിശദാംശങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ എന്താ? നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തു എന്ത് ചെയ്തു? പാപത്തിൽ നിന്ന് ഉയർപ്പിച്ചു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം, ഈ 3 വാക്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് താരതമ്യം ചെയ്തൊന്ന് ചിന്തിക്കുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം. ആ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് ആ ക്രൂശുമായിട്ട് നമ്മളെ എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ യേശുവുമായിട്ട് എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. അവിടെ എന്താ പറയുന്നത്? 1-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? അതിക്രമങ്ങളിലും പാപങ്ങളിലും നമ്മൾ മരിച്ചവരായിരുന്നു, പക്ഷേ കർത്താവ് നമ്മളെ എന്തോ ചെയ്തു? ഉയർപ്പിച്ചു. എവിടെ വെച്ചാ? നമ്മള് നമ്മുടെ ആദാമ്യ പ്രകൃതത്തിൽ, നമ്മൾ ജന്മത്തിൽ തന്നെ ഈ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. പക്ഷേ യേശു നമ്മളെ രക്ഷിച്ചപ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ മരണത്തിൽ നിന്ന്, ആ പാപമരണത്തിൽ നിന്ന് നമ്മൾ കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. അവിടെ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിനോടുകൂടെയാണ് നമ്മൾ ജീവിച്ചത്. കണ്ടോ? കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. പിന്നീടാണ്, പലപ്പോഴും വർഷങ്ങൾക്ക് ശേഷമാണത് അത് യാഥാർത്ഥ്യമായതെങ്കിലും അത് ആത്മീകമായിട്ട് കർത്താവിൻ്റെ ഉയർപ്പിൽ നമ്മളും ഉൾപ്പെട്ടിരുന്നു. രക്ഷിക്കപ്പെട്ട കാലാകാലങ്ങളിൽ പിന്നീട് രക്ഷിക്കപ്പെട്ട നമ്മളും കർത്താവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു എന്നാണ് എഫേസ്യർ 2:5 പൗലോസ് പറയുന്നത്. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് അവിടുന്ന് ഒരു പടിയൂടെ കടന്ന്, ഇന്ന് കർത്താവ് പിതാവിൻ്റെ അടുത്ത് സ്വർഗത്തിലായിരിക്കുന്നത് കൊണ്ട് നമ്മളും കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ നമ്മള് കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഇന്ന് നമ്മളെ ഇരുത്തിയിരിക്കുകയാണ് എന്നും അത് പറയുന്നു. നോക്കുക, രക്ഷ എന്ന് പറയുന്നത് എത്ര വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ ഈ മാസ്റ്റർ പ്ലാൻ എത്ര വലുതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും തോറും നമുക്ക് അതിനെക്കുറിച്ച് അത്ഭുതം കൂടിക്കൂടിയാണ് വരുന്നത്. കേവലം നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, കർത്താവേ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതേ നമ്മുടെ ജീവിതത്തിൽ കാണാവുന്നതായിട്ടുള്ളൂ. പക്ഷേ അത് എന്തിൽ നിന്നെല്ലാമുള്ള കാര്യങ്ങളാണ്. ക്രൂശിക്കപ്പെട്ട കർത്താവ്, മരിച്ചടക്കപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളും അവനോടുകൂടെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെയും അവിടുന്ന് തൻ്റെ ഉയർപ്പിലൂടെ ജീവിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ള ഒരു കാര്യം പൗലോസ് അവിടെ കൊണ്ടുവരുന്നു. മാത്രമല്ല, അങ്ങനെ ജീവിപ്പിക്കപ്പെട്ട നമ്മൾ കർത്താവിനോടൊപ്പം ഇന്ന് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വിലയും കർത്താവിനോടുള്ള നമ്മുടെ താതാത്മ്യവും എത്ര വലുതാണ്. ഇതൊന്നും കാണാതെ നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടും വിഷമിച്ചും പോകുന്നത്, അല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പോ ഈ ക്രൂശിൽ ചെയ്തത് ഒരു ചെറിയ കാര്യമല്ല, വളരെ വലിയ ഒരു കാര്യമാണ്. വളരെ വലിയ ഒരു കാര്യമാണ്. ആ രക്ഷണ്യ പ്രവൃത്തി വളരെ വലിയ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ സ്വർഗത്തില് കർത്താവിനോടൊപ്പം ഇരുത്തിയിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ ഞാനൊന്നും അറിയണ്ടല്ലോ. അങ്ങനെയല്ല. നമ്മള് ദൈവവചനത്തിൽ ഒരു വാക്യത്തെ മറ്റൊരു വാക്യത്തോട് താരതമ്യം ചെയ്ത് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ വിശദാംശങ്ങളും അല്ലെ ഒരു മുഴുചിത്രവും നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും ലേഖനങ്ങളിൽ പൗലോസ് ആകട്ടെ മറ്റ് ലേഖകന്മാരാകട്ടെ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ പറയുന്നത്. പക്ഷെ ഒരു മുഴുചിത്രവും കിട്ടാൻ അതിനോട് ചേർന്നുള്ള മറ്റു ഭാഗങ്ങളും നമ്മൾ വായിക്കണം. ഉദാഹരണത്തിന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു, കർത്താവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ മുഴുചിത്രവും കിട്ടാൻ ഗലാത്യർ 2:20 കൂടെ നമ്മൾ അതിനോട് ചേർത്ത് ചിന്തിക്കണം.
അവിടെ എന്താ എന്താ കാണുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പൊ കണ്ടോ, സ്വർഗത്തിൽ യേശുവിനോടൊപ്പം ആയിരിക്കുന്നു എന്ന് പറഞ്ഞ നമ്മളിപ്പോ എന്താ? നമ്മളിപ്പം യേശുവിനോടുകൂടെ ജീവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, ആ ജീവിക്കുന്നത് എവിടെയാ? ജഡത്തിലാ, ഭൂമിയിലാ. ഭൂമിയിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് ദൈവത്തോടൊപ്പം ഞാനിങ്ങ് സ്വർഗത്തിലാ, ഇനിയിപ്പൊ ദൈവം എല്ലാം നോക്കിക്കോളും, ഞാനിവിടെ ക്രിസ്തീയ ജീവിതം ഒന്നും കഷ്ടപ്പെട്ട് ജീവിക്കണ്ട എന്നുള്ളതല്ല. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ ഈ ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലാണ് എന്നൂടെ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു മുഴു ചിത്രവും വ്യക്തമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. കർത്തൃമേശയോടുള്ള ബന്ധത്തിലും പുതുതായിട്ട് ധാരാളം പേര് മറ്റ് പശ്ചാത്തലങ്ങളിൽ നിന്ന് നമ്മുടെ മധ്യത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും ഈ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പിന്നെയും നമ്മൾ ഉരുക്കഴിക്കുകയും നമ്മുടെ ഉള്ളിൽ വ്യക്തതയോടെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞത് കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുക. ഓക്കെ, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. അതുപോലെ തന്നെ കർത്താവിനോടൊപ്പം നമ്മൾ ഇന്ന് ജീവിക്കണം. അത് കർത്താവിലുള്ള വിശ്വാസത്താൽ നമ്മൾ ജീവിക്കണം. അതുപോലെ ഇത് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കാണിക്കുന്നു. ഈ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കാണിക്കുമ്പോൾ അതിൻ്റെ ക്രൂശിൻ്റെ മറ്റൊരു കാര്യം, നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പം ദൈവേഷ്ടത്തിനെതിരായ നമ്മുടെ ഇഷ്ടത്തെ എന്തു വേണം? ആ നിലയിൽ ദൈവത്തിന് മുമ്പാകെ താഴ്ത്തി വെച്ച് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനെതിരെ ഒരു ക്രൂശ് എടുത്ത് നാൾതോറും ജീവിക്കണം. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം, 9:23, നാൾതോറും തൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കുക എന്ന് പറയുന്ന ആ കാര്യം, നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരും കർത്താവിനെ അറിഞ്ഞവരുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള നമ്മളെ രക്ഷിച്ച യേശുവിൻ്റെ രക്തത്തെ വിലപ്പെട്ടതായിട്ട് എണ്ണണം. അതുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞത്. എന്നാൽ തുടർന്നുള്ള സമയത്ത് നമ്മൾ ഇന്ന് നാൾതോറും ക്രൂശെടുത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ് പ്രസക്തം എന്ന് തോന്നുന്നു. ഇവിടെ കണ്ടോ, നാൾതോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. എന്തോ ഈ പറഞ്ഞേക്കുന്നത്? ഇതെന്തോ വല്ലതും മനസ്സിലായോ? എന്തോ നിങ്ങൾ കണ്ടോ? ആരെങ്കിലും ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ ജീവനെ കളയും, ആരെങ്കിലും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഇതെന്താ ഈ പറയുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് പെട്ടെന്ന് ഈ കാര്യം മനസ്സിലാവുകയില്ല. എന്നാൽ ഈ കാര്യം പലയിടങ്ങളിൽ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ, ഈ ജീവനെ കളഞ്ഞാൽ അതിനെ നേടും, ജീവനെ പിടിച്ചുകൊണ്ടാൽ അതിനെ നഷ്ടപ്പെടുത്തും എന്ന് പറയുന്ന ഒരു കടങ്കഥ പോലെ നമുക്ക് തോന്നുന്ന ഈ വാക്യം ഒരൊറ്റപ്പെട്ട വാക്യമല്ല. സുവിശേഷങ്ങളിൽ 7-8 ഇടത്ത് ഇത് ആവർത്തിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ലൂക്കോസ് 9:23 നമ്മളിപ്പോഴ് വായിച്ചത്. അതുപോലെ തന്നെ ലൂക്കോസ് 14:26 ഈ കാര്യം പറയുന്നുണ്ട്. ജീവനെ കളയുന്നവൻ അതിനെ നേടും, ജീവനെ പിടിച്ചുകൊള്ളുന്നവൻ അതിനെ നഷ്ടമാക്കും. അതുപോലെ ലൂക്കോസ് 17:33 ഈ കാര്യം പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം
39 വാക്യത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 16:25 ഇത് പറയുന്നുണ്ട്. യോഹന്നാൻ 12:25 ഇത് പറയുന്നുണ്ട്. നോക്കുക, 4 സുവിശേഷങ്ങളിലും ഈ കാര്യം പറയുന്നുണ്ട്. 4 സുവിശേഷങ്ങളിലായിട്ട് ഏതാണ്ട് 7-8 പ്രാവശ്യം ഈ കാര്യം പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 2 വട്ടം പറയുന്നുണ്ട്. മത്തായി 10:39 പറയുന്നു, മത്തായി 16:25 പറയുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, മർക്കോസ് 8:35 പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തില് 3 ഇടത്ത് നമ്മൾ ഈ കാര്യം കാണുന്നു. ലൂക്കോസ് 9:24 ഇത് പറയുന്നു, ലൂക്കോസ് 14:26 പറയുന്നു, ലൂക്കോസ് 17:33 ഇത് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 12:25 ഇത് പറയുന്നു. നോക്കുക, അപ്പൊ ഇത്രയും ഊന്നി പറഞ്ഞിരിക്കുമ്പോ ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മൾ ഈ വാക്യത്തോട് ചേർത്ത് ആ വാക്യത്തെ നമ്മളൊന്ന് നോക്കുക. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഇവിടെ ആരെങ്കിലും തൻ്റെ ജീവനെ എന്നുള്ളിടത്ത് സ്വന്തം ജീവനെ എന്നാക്കി ഒന്ന് വായിച്ചു നോക്കുക. ആരെങ്കിലും സ്വന്തം ജീവൻ എന്ന് വെച്ചാൽ എന്താ? സ്വന്തം ഇഷ്ടത്തെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ എന്താ? അതിനെ കളയും. ഏതിനെ? വേറൊരു ജീവനെ കളയും. ആ ജീവൻ ഏതാ? ദൈവജീവനെ കളയും. കണ്ടോ, ഇവിടെ ഈ ജീവൻ ആവർത്തിച്ചു വരുന്നതിനെ 2ആയിട്ട് കണ്ടാൽ, സ്വന്തം ജീവനും ദൈവജീവനും എന്ന് 2ആയിട്ട് കണ്ടാൽ ഇത് വളരെ എളുപ്പമാണ്. എന്താ ഈ വാക്യങ്ങളിലൊക്കെ സുവിശേഷകാരന്മാരിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? കർത്താവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, ക്രൂശെടുത്ത് നാൾതോറും അവനെ അനുഗമിക്കുമ്പോ നമ്മൾ എന്തോ വേണം? സ്വന്തം ഇഷ്ടത്തെ ദൈവ ഇഷ്ടത്തിനായിട്ട് താഴ്ത്തി വെക്കണം. ആരെങ്കിലും സ്വന്തം ജീവനെ കളഞ്ഞാൽ ദൈവജീവനെ നേടും. നിത്യതയില് നമുക്കതിന് പ്രതിഫലം ഉണ്ടാവും. ഇവിടെ എന്തോ ചെയ്താൽ മതി? സ്വന്തം ഇഷ്ടത്തെ കളഞ്ഞാൽ മതി. ദൈവ ഇഷ്ടത്തെ നമ്മൾ ചെയ്യും. അതിൻ്റെ പ്രതിഫലം നിത്യജീവനിൽ നമ്മൾ കാണും. നിത്യതയിൽ നമുക്ക് കൈയാളാനായിട്ട് കഴിയും. അതാണ് സ്വന്തം ജീവനെ കളയുക എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്നാൽ ആരെങ്കിലും ഇവിടെ സ്വന്തം ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ എന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടത്തെ പിടിച്ചുകൊണ്ടാൽ, സ്വന്തം ഇഷ്ടം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് എന്തോ സംഭവിക്കും? അവര് ദൈവ ഇഷ്ടത്തെ നഷ്ടപ്പെടുത്തും. നിത്യതയിലും അവർക്ക് നഷ്ടമുണ്ടാകും. ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ നോക്കുക, സ്വന്തം ജീവനും ദൈവജീവനും എതിരാണ്. നമ്മൾ സ്വന്തം ജീവനെ പിടിച്ചാൽ, സ്വന്തം ജീവനെ സംരക്ഷിച്ചാൽ ദൈവജീവനെ നഷ്ടപ്പെടുത്തും. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത് 2 നിലയിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഈ വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തെ താഴ്ത്തി വെച്ച് ദൈവ ഇഷ്ടത്തെ സ്വീകരിക്കുന്നത് എത്ര പ്രധാനമാണ് എന്ന കാര്യമാണ് കർത്താവ് ഇവിടെ ഒരു കടങ്കഥ പോലെ, ഒറ്റ വായനയ്ക്ക് മനസ്സിലാകാത്തതുപോലെ ഈ വാക്യങ്ങളിലെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നമ്മളിവിടെ സ്വന്തം ജീവനെ രക്ഷിച്ചാൽ, സ്വന്തം ഇഷ്ടത്തെ മുറുകെ പിടിച്ചാൽ നമ്മൾ എന്തോ ചെയ്യും? ദൈവ ഇഷ്ടത്തെ നഷ്ടപ്പെടുത്തും. അതേസമയം ഇവിടെ നമ്മൾ സ്വന്തം ജീവനെ ത്യജിച്ചാൽ, സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തോ ചെയ്യും? ദൈവ ഇഷ്ടത്തെ മുറുകെ പിടിക്കും, ദൈവ ഇഷ്ടം ചെയ്യും. അതിൻ്റെ ഫലം നിത്യതയിലും നമുക്ക് കൈയാളാനായിട്ട് കഴിയും. ഈ കാര്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലൂടെ എല്ലാം വെളിവാകുന്നത് എന്താ? നാൾതോറും ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നത് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ക്രൂശെടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് സ്വന്തം ഇഷ്ടത്തെ വേണ്ടാന്ന് വെച്ച് ദൈവ ഇഷ്ടത്തെ സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്.
നമുക്ക് വേണമെങ്കിൽ ദൈവേഷ്ടത്തെ വേണ്ടെന്ന് വെച്ച് സ്വന്തം ഇഷ്ടത്തെ മുറുകെ പിടിക്കാം. അങ്ങനെ പിടിച്ചാൽ നമ്മൾ ദൈവേഷ്ടത്തെ സ്വീകരിക്കുന്നില്ല, നിത്യതയിലും നമുക്ക് നഷ്ടമുണ്ടാകും. ഈ ഒരു കാര്യമാണ് ഭംഗ്യന്തരേണ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സമയ ചുരുക്കം കൊണ്ട് ഇനി ഇത് കൂടുതൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ വാക്യങ്ങളുമായിട്ട് ധ്യാനിക്കുക. നാൾതോറും ക്രൂശെടുത്ത് ക്രിസ്തുവിന്റെ പിന്നാലെ ഈ ഭൂമിയിലായിരിക്കുന്നത് എത്ര പ്രധാനപ്പെട്ടതാണ്, കർത്താവ് അതിന് എത്ര പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. ഈ കാര്യം മനസ്സിലായത് കൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് എനിക്കിരിക്കണം എന്ന് പറഞ്ഞപ്പോ രക്തം ചൊരിഞ്ഞ യേശു, അത് നമ്മൾ പറഞ്ഞു, രക്ഷയില് പ്രസക്തിയുള്ള യേശു. അതുപോലെ തന്നെ ഇവിടെ സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി വെച്ച് നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ എന്ന് പറഞ്ഞ് ആന്തരികമായിട്ട് ആദ്യം ആ ക്രൂശ് എടുക്കുകയും പിന്നീട് കാൽവറി മലമേട്ടിൽ അക്ഷരീകമായിട്ട് ആ ക്രൂശിന്മേൽ മരണപ്പെടുകയും ചെയ്ത യേശുവിനെ അനുകരിച്ച് നാൾതോറും ക്രൂശ് എടുത്ത് നടക്കുന്നത് വളരെ പ്രധാനമാണെന്നാണ് പൗലോസ് അവിടെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ നാൾതോറും ഈ ക്രൂശ് എടുക്കുന്നത് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നുണ്ടോ? ഇതൊരു ക്രൂശാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് നമുക്കിഷ്ടമില്ല. പക്ഷെ നമ്മൾ എന്തോ ചെയ്യണം? നമ്മള് സന്തോഷത്തോടെ അത് ചെയ്യണം. സന്തോഷത്തോടെ അത് ചെയ്യണം എന്ന് പറയുമ്പോ അതെങ്ങനെയാ കഴിയുന്നത്? ഞാൻ മൊറേവിയൻ മിഷണറിമാര്, മൊറേവിയൻ ക്രിസ്ത്യാനികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടില് മൊറേവിയ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചെക്കോസ്ലോവാക്യ എന്നൊരു രാജ്യമാണ്. ചെക്കോസ്ലോവാക്യയാണ് മൊറേവിയ. അവിടെ സിൻസൻഡോർഫ് എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യൻ, സിൻസൻഡോർഫ് എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണ് മൊറേവിയൻ ക്രിസ്ത്യാനികളുടെ മൂവ്മെന്റ്. ആ മൊറേവിയൻ ക്രിസ്ത്യാനികള് അവർക്കറിയാവുന്നത് പോലെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ലളിതമായിട്ടും വളരെ ഹോൾ ഹാർട്ടഡ് ആയിട്ടും കർത്താവിനെ പിൻപറ്റിയ ആളുകളാണ്. അവര് ക്രിസ്തീയതയുടെ ചരിത്രത്തില് ഒരു വലിയ ഒരു മാതൃക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാതൃക എന്ന് പറയുമ്പം അവര് പറഞ്ഞ ഒരു മുദ്രാവാക്യമാണ് ഇന്നും ഈ ക്രിസ്തീയതയുടെ ലോകത്ത് പ്രസക്തമായിരിക്കുന്നത്. എന്താ മുദ്രാവാക്യം? എന്താ ഈ മൊറേവിയൻ ക്രിസ്ത്യാനികളുടെ മുദ്രാവാക്യം? അല്ലെങ്കിൽ അവരുടെ മോട്ടോ എന്തായിരുന്നു? അവര് സാധാരണ പറഞ്ഞ് അവരുടെ ഒരു മുദ്രാവാക്യം പോലെ ആകുകയും ഈ സിൻസൻഡോർഫ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും ഒക്കെ ആവർത്തിച്ച് ഈ പിന്നീട് വന്ന ക്രിസ്തീയതയിൽ അതൊരു സ്ഥാനം നേടുകയും ചെയ്ത ആ മുദ്രാവാക്യം എന്ന് പറഞ്ഞത് ഈ നിലയിലാണ്. അതെന്താന്ന് വെച്ചാൽ അവര് പറയും, കൂടെ അവര് പറയും, അറുക്കപ്പെട്ട കുഞ്ഞാടിന് തൻ്റെ കഷ്ടപ്പാടുകൾക്ക് മതിയായ പ്രതിഫലം ലഭിക്കട്ടെ. മതിയായ പ്രതിഫലം ലഭിക്കട്ടെ. ആർക്ക്? അറുക്കപ്പെട്ട കുഞ്ഞാടിന്. എന്തിന്? തൻ്റെ കഷ്ടപ്പാടുകൾക്ക്. അറുക്കപ്പെട്ട കുഞ്ഞാടിന് തൻ്റെ കഷ്ടപ്പാടുകൾക്ക് മതിയായ പ്രതിഫലം ലഭിക്കട്ടെ. എന്താ ഈ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അതായത് അവര് പറയുന്നത് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ അന്ന് 18-ാം നൂറ്റാണ്ടിൽ മൊറേവിയയിലുള്ള ഈ ക്രിസ്ത്യാനികള് സ്വന്തം ഇഷ്ടത്തെ ദൈവേഷ്ടത്തിന് മുൻപാകെ താഴ്ത്തി വെച്ച് ആ നിലയിൽ ജീവിക്കാൻ സ്വാഭാവികമായിട്ട് അവർക്ക് താല്പര്യമില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് അവർക്ക് താല്പര്യമില്ലെങ്കിലും അവരങ്ങനെ ചെയ്യുന്നു. അതിനവരെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് അവർ ഈ മുദ്രാവാക്യം പോലെ പറയുന്നത്. അവരെന്താ പറയുന്നത്? അറുക്കപ്പെട്ട കുഞ്ഞാട്. അതായത് കർത്താവായ യേശുക്രിസ്തു ആർക്കു വേണ്ടിയാണ് കാൽവറി ക്രൂശിൽ മരിച്ചത്? അവർക്ക് വേണ്ടിയാ, മൊറേവിയൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന
CFC-കാർക്ക് നമുക്ക് വേണ്ടി ആ കർത്താവ് കുഞ്ഞാട് അറുക്കപ്പെട്ടത്. ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന് കഷ്ടപ്പാടില്ലായിരുന്നു? ഉണ്ടായിരുന്നു. ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു. ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ കഷ്ടപ്പാടിന് മതിയായ പ്രതിഫലം എൻ്റെ ഈ നിലപാട് കൊണ്ട് ലഭിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ച് ദൈവേഷ്ടത്തെ സ്വീകരിച്ച് ദൈവത്തിനായിട്ട് ജീവിക്കാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം ഞാന് കർത്താവിൻ്റെ കഷ്ടപ്പാടിന് ഒരു പ്രതിഫലം ഞാൻ എൻ്റെതായ തലത്തിൽ ലളിതമായിട്ട് നൽകുകയാ ചെയ്യുന്നത്. മനസ്സിലായോ? വ്യക്തമായോ? എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നാൾതോറും ക്രൂശ് എടുക്കുമ്പം നമ്മൾ അതിലൂടെ എന്താ ചെയ്യുന്നത്? നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ വന്ന് അറുക്കപ്പെട്ട കുഞ്ഞാട് അവന്റെ കഷ്ടപ്പാടുകൾക്ക് നമ്മളെ കൊണ്ടാകുന്നത് പോലെ അതിനൊരു റിവാർഡ്, അതിനൊരു പ്രതിഫലം നൽകുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യുന്നത്. എങ്ങനെ? സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തിവെച്ച് ദൈവേഷ്ടത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം കർത്താവിൻ്റെ മനസ്സിന്, നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ മനസ്സിന് അത് തൃപ്തിയാണ്, സന്തോഷമാണ്. കർത്താവിന് അത് കാണുമ്പം ഒരു സന്തോഷം വരിക. നിങ്ങൾ ചോദിക്കരുത് കർത്താവിന് സന്തോഷം, ഇതൊന്നും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മള് നമ്മുടെ ഇഷ്ടത്തെ താഴ്ത്തിവെച്ച് ദൈവേഷ്ടത്തിന്റെ വഴിയിൽ നടക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, അതൊരു ചെറുപ്പക്കാരനാകട്ടെ, ചെറുപ്പക്കാരിയാകട്ടെ, ഒരു സഹോദരിയാകട്ടെ, സഹോദരനാകട്ടെ, നമ്മൾ ആരെപ്പോഴങ്ങനെ ചെയ്താലും ദൈവം പറയുക, കർത്താവ് പറയുക, കൊള്ളാം കൊള്ളാം, കണ്ടോ അവന് ഒരു കൊച്ചു പൈതല, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാ, അല്ലെ ഒരു പെൺകുട്ടിയാ, എന്നാലും ആ നിലപാടിലൂടെ അവൾ എന്താ ചെയ്തത്? ആ നിലപാടിലൂടെ അവൻ എന്താ ചെയ്തത്? എൻ്റെ കഷ്ടപ്പാടിന് ഒരു പ്രതിഫലം തരികയായിരുന്നു. ഞാൻ അവന് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് എത്ര നന്നായി. അതുകൊണ്ട് അവൻ ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ അവൻ പഠിക്കുന്ന കോളേജിൽ, അവൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ ഒക്കെ സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തിവെച്ച് നാൾതോറും ക്രൂശെടുത്ത് എന്നെ അനുഗമിച്ച് എൻ്റെ കഷ്ടപ്പാടുകൾക്ക് എന്താ ഒരു അവനെ കൊണ്ടാകുന്നത് പോലെ ഒരു പകരം നൽകുകയാണ് ചെയ്യുന്നത് എന്ന് കർത്താവ് പറയും. ഇതായിരുന്നു അവരുടെ ചിന്ത. പറഞ്ഞത് വ്യക്തമായി എന്ന് കരുതട്ടെ. നമുക്ക് കർത്താവിന് എന്തെങ്കിലും പകരം കൊടുക്കാൻ ഒക്കുമോ? നമ്മളെ കാൽവറി ക്രൂശിൽ രക്ഷിച്ചതിന് നമുക്ക് എന്തെങ്കിലും പകരം കൊടുക്കാൻ ഒക്കുമോ? എന്തെങ്കിലും കൊടുക്കാൻ ഒക്കുമെങ്കിൽ അത് ഏത് മാത്രമേ ഉള്ളൂ? കർത്താവ് പറഞ്ഞതുപോലെ ജീവിച്ചുകൊണ്ടാണ് കർത്താവിനെ തൃപ്തിപ്പെടുത്തുന്നത്. അങ്ങനെ കർത്താവ് പറഞ്ഞതുപോലെ നാൾതോറും ക്രൂശെടുത്ത് ഈ വഴിയിൽ നടന്നുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നത്. കർത്താവ് ആവശ്യപ്പെട്ടതുപോലെ സ്വന്തം ജീവനെ താഴ്ത്തിവെച്ച് ദൈവഹിതത്തെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ ആ നിലയിൽ ഒരു പ്രതിഫലമായിട്ട് നമ്മുടെ ജീവിതം ആയിത്തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് എന്താ നമുക്ക് കർത്താവിന് കൊടുക്കാൻ ഒക്കുന്നത്? ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് കർത്താവിന് കൊടുക്കാൻ ഒക്കുന്നത് എന്ന് പറഞ്ഞ് സ്തോത്രാഴ്ച പാത്രത്തിൽ ഇടുന്നതിനെ കുറിച്ചാണ് മിക്കവാറും ഉള്ളവർ പറയുന്നത്. എന്നാൽ നമ്മളിവിടെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് പറയുന്നത്. എന്താ അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനമാണ് സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി വയ്ക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, ദൈവേഷ്ടത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടത്തോട് നോ എന്ന് പറയുന്നത് എത്ര പ്രയാസമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പം നമ്മൾ ദൈവത്തെ സന്തോഷിപ്പിക്കുക ചെയ്യുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഒരു പ്രതിഫലമായി തീരട്ടെ. സഹോദര സഹോദരി, ഇത് ഈ ആഴ്ച നമ്മുടെ ജീവിതത്തിൽ ഇത് വർക്കൗട്ട് ചെയ്യാമോ? ചിലപ്പോ ചില കാര്യങ്ങള് ആളുകള് നമ്മളോട് മോശമായിട്ട് പെരുമാറി, മോശമായിട്ട് നമ്മളോട് ചിലത് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാള്, ആ ആളിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ, ആ ആളിനു വേണ്ടി ചിലത് കഷ്ടപ്പെട്ട് ചിലത് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, വീട്ടിലെ ഭർത്താവ് ഭാര്യയെ ഇവിടെ ദേഷ്യപ്പെട്ടേച്ച് പോയി, ദേഷ്യപ്പെട്ടു, നിന്നെ അറിയാം, നിന്റെ പിതാവിനെ അറിയാം, നിന്റെ പിതാവിനെ അറിയാം എന്നൊക്കെ പറഞ്ഞ് കുടുംബചരിത്രമൊക്കെ പരാമർശിച്ചിട്ട് ഇത്രയും ദേഷ്യപ്പെട്ടു
ഒക്കെ പറഞ്ഞേച്ചാണ് ഇങ്ങേര് പോയിരിക്കുന്നത്. ഭാര്യ എന്നുള്ള നിലയിൽ അടുക്കളയിലെ ജോലി ചെയ്യുക. ഉച്ചയ്ക്ക് അദ്ദേഹം വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി കഷ്ടപ്പെടുക. കഷ്ടപ്പെടുമ്പോൾ തന്നെ അവളുടെ മനസ്സിലൂടെ എന്താ പോകുന്നത്? എന്നാലും ഇങ്ങനൊക്കെ പറഞ്ഞല്ലോ, ഉള്ളിലൊരു കയ്പാ വരുന്നത് ഇല്ലേ? അതോ എന്റെ ഭാവന മാത്രമാണോ? നിങ്ങൾക്കാർക്കും അങ്ങനെ ഒന്നും വരാറില്ല എന്നാണ്. ഈ കയ്പ് വരുമ്പോൾ ആ കയ്പ് ആർക്കിഷ്ടമാണോ? ദൈവത്തിന് ഇഷ്ടമാണോ? അല്ല അല്ല അല്ല. ആ കയ്പിലൂടെ ഒരു സ്വന്തം ഇഷ്ടത്തെ മുറുകെ പിടിക്കുന്നതുണ്ട്. കർത്താവാണെങ്കിൽ അങ്ങനെ ആ പകയും കയ്പും വെച്ചോണ്ടാണോ അവന് ഭക്ഷണം ഒരുക്കുക? അല്ല, സന്തോഷത്തോടെ ചെയ്യണം. എങ്ങനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ചെയ്യാനൊക്കും? കാര്യം അതുപോലുള്ള ചില വാക്കുകൾ പറഞ്ഞേച്ചാ പോയേക്കുന്നത്. എങ്ങനെ ഒക്കും? പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ ചിന്തിക്കുക. ഞാൻ ഈ ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാണ്. കർത്താവിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഞാൻ ഇങ്ങനെ പകയും കയ്പും ചവച്ച് കടിച്ചു പിടിച്ചോണ്ട് ഇങ്ങനെ പുക ഊതുകയും അടുപ്പിൽ ഓരോന്നുണ്ടാക്കുകയും ചെയ്താൽ കർത്താവിന് അത് ഇഷ്ടമല്ല. മറിച്ച് എന്ത് വേണം? കർത്താവിന്, ഏത് കർത്താവ്? എനിക്ക് വേണ്ടി ക്രൂശിൽ കഷ്ടപ്പെട്ട കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട്. ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന് എനിക്കൊരു പ്രതിഫലം കൊടുക്കാൻ എങ്ങനെ ഒക്കുള്ളൂ? ഈ കഷ്ടതയുടെ സന്ദർഭത്തിൽ സന്തോഷത്തോടെ ഇത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന മനോഭാവത്തോടെ ഇത് ചെയ്താലേ എനിക്ക് കയ്പും പകയും ഇല്ലാതെ ഇത് ചെയ്യാനൊക്കെയുള്ളൂ എന്ന ബോധ്യത്തിൽ, ഈ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, അല്ലേ മറ്റൊരാൾക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് അവന്റെ കഷ്ടപ്പാടുകൾക്ക് മതിയായ ഒരു പ്രതിഫലം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് അടുപ്പിൽ ഊതുമ്പം അല്ലെങ്കിൽ കറി വെക്കുമ്പം എന്താ? പഴയ കയ്പ് പോയി ഇല്ലേ? അതോ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിലെ ഒരു വാക്യം കാണുന്നുണ്ട്. അതായത് അപ്പോസ്തലന്മാരെ അവരെ ആ കാലഘട്ടത്തിൽ വരുത്തി അടുപ്പിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. അതിൻ്റെ 5-ാം അധ്യായം 40-41 വാക്യങ്ങൾ. അവരെ അടുപ്പിച്ചിട്ട് ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. ആരാ ഇത് ചെയ്തത്? അന്നത്തെ പുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെയാണ് ഇത് ചെയ്തത്. അവരിത് ചെയ്തപ്പോ 41-ാം വാക്യം കണ്ടോ? തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. അപ്പോ ഇവരെ അടിച്ചതാരാ? ന്യായാധിപ സംഘമോ അല്ലെ പടയാളികളോ ഒക്കെയാ. പക്ഷേ ഈ അടി കൊണ്ടിട്ട് ഇവർ സന്തോഷിച്ചെന്നാ പറയുന്നത്. എങ്ങനെയാ സന്തോഷിക്കാൻ ഒത്തത്? കർത്താവിന്റെ കഷ്ടപ്പാടുകൾക്ക്, അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഞങ്ങൾക്കൊരു പ്രതിഫലമാകാൻ പറ്റിയല്ലോ, അവന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാകാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് അവര് സന്തോഷിച്ചു എന്നാണ് ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെ ഇന്ന് നമ്മളെ ആരും ആ നിലയിൽ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ കയ്പുള്ള വാക്കുകൾ, നമ്മളെ മോശപ്പെടുത്തുന്ന ചില പെരുമാറ്റങ്ങൾ, ഇതിൻ്റെയൊക്കെ മുമ്പാകെ നമ്മൾ കയ്പും പകയും ഉള്ളവരായി മാറരുത്. ഈ അപ്പോസ്തലന്മാർക്ക് തങ്ങളെ അടിച്ച പടയാളികളെ കുറിച്ചുള്ള മുറുമുറുപ്പോടെ ജീവിക്കാമായിരുന്നു. പക്ഷെ അവരെ അടിച്ച പടയാളികളെയോ അല്ലെങ്കിൽ ഈ ന്യായാധിപ സംഘത്തെയോ വിട്ടുകളഞ്ഞു. അവരെന്താ പറഞ്ഞത്? ഇത് ഞങ്ങൾ ആർക്ക് വേണ്ടിയാ ഏക്കുന്നത്? അറുക്കപ്പെട്ട കുഞ്ഞാടിന് വേണ്ടിയാ. അയ്യോ, കർത്താവിന് വേണ്ടി ഇത്രയും അടിയേക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം. സഹോദര സഹോദരി, അതാണ് ഞാൻ പറഞ്ഞത്. കർത്താവിന് വേണ്ടി ഉള്ള അറുക്കപ്പെട്ട കുഞ്ഞാടിന് എൻ്റെ ജീവിതം ഒരു പ്രതിഫലമാകണമെങ്കിൽ ഞാൻ കയ്പും പകയും താലോലിച്ചോണ്ട് ഈ പണി ചെയ്താൽ അത് ദൈവത്തിന് പ്രസാദകരമാകുകയില്ല. ദൈവത്തിന് പ്രസാദകരമാകുന്നത് എങ്ങനെയാ? സന്തോഷത്തോടെ ഇത് ചെയ്യണം. അതുകൊണ്ട് എന്നെ ഉപദ്രവിച്ച മനുഷ്യരെ വിട്ടുകളയുന്നു, മറിച്ച് ദൈവത്തെ കാണുന്നു. ദൈവത്തിന് വേണ്ടിയാണ് ഈ പ്രവൃത്തി. ഈ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയെ പോലെ ഞാനിപ്പോൾ കർത്താവിന് വേണ്ടി ആയിരിക്കുന്നു. കാരണം അവന്റെ കഷ്ടപ്പാടുകൾക്ക് മതിയായ ഒരു പ്രതിഫലമാകാൻ ഈ നിലയിൽ എനിക്ക് പറ്റും. ചെറിയ തോതിലാണെങ്കിലും
കർത്താവിന്റെ ഹൃദയത്തെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ ഒക്കും. നമ്മളെ ഓഫീസിൽ നമ്മളെ ദ്രോഹിച്ച ഒരു സഹപ്രവർത്തകൻ, പക്ഷെ ആ സഹപ്രവർത്തകന് നന്മ ചെയ്യാൻ എങ്ങനെ ഒക്കുകയുള്ളൂ? അവനെ നോക്കിയാൽ അവൻ നമുക്കെതിരെ ചെയ്ത ഒത്തിരി കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തില് ഈ അപ്പോസ്തലന്മാര് കാണിച്ച ഒരു മാതൃക പോലെ അവരടിയേറ്റതുമൊക്കെ ഇവരുടെ കോപം കൊണ്ടല്ല അടിയേറ്റത്, മറിച്ച് ഞങ്ങൾ കർത്താവിന് വേണ്ടിയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഞങ്ങൾ ഒരു പ്രതിഫലമാകണം എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു ബോധ്യത്തോടെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുന്ന നിലയിൽ സന്തോഷത്തോടെ ഈ ക്രൂശ് എടുക്കാൻ കഴിയും. അതിന് പകരം കരഞ്ഞു നിലവിളിച്ചും പകയോടെയും കയ്പ് ഹൃദയത്തിൽ താലോലിച്ചുമല്ല ക്രൂശ് എടുക്കേണ്ടത്. സന്തോഷത്തോടെ ക്രൂശ് എടുക്കുക. സന്തോഷത്തോടെ എങ്ങനെ എടുക്കാനൊക്കും? ഈ ചെയ്യുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല, കർത്താവിന്റെ കഷ്ടപ്പാടിന്. മൊറേബ്യൻ ക്രിസ്ത്യാനികള് നമുക്ക് തന്ന ഒരു സംഭാവനയാണ് ഈ മുദ്രാവാക്യം എന്ന് ഓർക്കുക. ആരും കേൾക്കാതെ നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കുക. ഞാൻ ഈ ചെയ്യുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടിന്, അവന്റെ കഷ്ടങ്ങൾക്ക് ഒരു പ്രതിഫലമാകട്ടെ. അങ്ങനെ സന്തോഷത്തോടെ ഞാൻ ഈ എന്നെ ഉപദ്രവിച്ച ആളിനെ സേവിക്കട്ടെ. അത് കർത്താവിന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തും. ഈ ക്രൂശ് ഞാൻ അങ്ങനെ സന്തോഷത്തോടെ എടുക്കട്ടെ എന്ന് ആവർത്തിച്ച് പറയുമ്പം അതൊരു പ്രാർത്ഥനയാണ്. ഞാൻ മുദ്രാവാക്യം എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയുമ്പം അതൊരു പ്രാർത്ഥനയാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം ക്രമേണ വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതൊരു അനുഗ്രഹീതമായ വഴിയാണ്. കർത്താവ് ഈ വഴിയിലൂടെ പോയി. കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പം തന്നെ ഉപദ്രവിച്ച ആളുകളെ കുറിച്ചുള്ള പകയോടാണോ ക്രൂശിതനായത്? അല്ല. എങ്ങനെയാ നമുക്കറിയാം? പിതാവേ, ഇവർ ചെയ്യുന്നത് ഈ പാവങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണേ. അറിയാതാണോ? അറിഞ്ഞൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ കർത്താവ് അവർക്ക് അങ്ങനെ ഒരു കൺസെഷൻ കൊടുത്ത്, കണ്ടോ എത്ര സന്തോഷത്തോടെയാണ് അവരെ നോക്കുന്നത്. നമ്മൾ ക്രൂശ് സഹിക്കേണ്ടത് എങ്ങനെയാ? നമ്മൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ക്രൂശിക്കപ്പെടുന്നില്ല, പക്ഷേ പ്രായോഗിക രംഗത്ത്, ഓഫീസിലെ, വീട്ടിലെ, സമൂഹത്തിലൊക്കെ ക്രൂശിക്കപ്പെടുന്നുണ്ട്. ആ ക്രൂശിക്കപ്പെടുമ്പോൾ സന്തോഷത്തോടെ ആ ക്രൂശ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മറ്റു മനുഷ്യർക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഒരു പ്രതിഫലമാകാൻ എനിക്ക് ഈ നിലയിലൊക്കും. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ഹൃദയത്തെ ഈ നിലയിൽ തൃപ്തിപ്പെടുത്താൻ എനിക്കൊക്കും. കർത്താവെ, അതിനെന്നെ സഹായിക്കണേ എന്ന് ആവർത്തിച്ച് പറയുമ്പോ നമ്മുടെ കയ്പും പകയും പോയി നമുക്ക് സന്തോഷത്തോടെ അത് ചെയ്യാനൊക്കും. സന്തോഷത്തോടെ ക്രൂശ് എടുക്കാനായിട്ട് കഴിയും.